ഹായ് ഓൾ, നമസ്കാരം. മിഥുൻ ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. നമ്മളിപ്പം കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ലാസ്റ്റ് ടു വീഡിയോസിൽ ഓൾമോസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഇനി ഇതിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുകയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയ 2 ക്വസ്റ്റ്യൻസ് മാത്രം. സോ ഒരു വളരെ കോമൺ ആയ ക്വസ്റ്റ്യൻ ആണ്, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? അതായത് ഇൻ 5 years വേർ ഡു യു സീ യുവർ സെൽഫ്? ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആസ് എ റിക്രൂട്ടർ അല്ലെങ്കിൽ ആ കമ്പനി നോക്കുവാണ് നിങ്ങളെപ്പറ്റി. ആ വ്യക്തി ഡസ് ഈ വ്യക്തിക്കൊരു കരിയർ പ്ലാൻ ഉണ്ടോ? ഇയാൾ ജസ്റ്റ് ബ്ലാങ്ക് ആയ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു പ്രോപ്പറായിട്ട് കരിയർ പ്ലാനുമായിട്ട് വരുന്ന വ്യക്തിയാണോ, സോ ദാറ്റ് ഹി വിൽ ബിക്കം എ അസറ്റ് ഫോർ അവർ കമ്പനി. ഈ ഒരു ഇൻറ്റൻ്റ് ആണ് ഈ ക്വസ്റ്റ്യന്. ബിക്കോസ് മെനി പീപ്പിൾ വിത്തൗട്ട് എനി എയിം ചില കമ്പനി ജോയിൻ ചെയ്യും. സോ അങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടിയിട്ട് കമ്പനിക്ക് ഒരു ഗുണമില്ല. കമ്പനിക്ക് പ്രോപ്പർ കരിയർ പ്ലാനിങ്ങും ഗൈഡൻസും ഒക്കെയുള്ള ആ കമ്പനിക്ക് അസറ്റ് ആവുന്ന ആൾക്കാരാണ് ആവശ്യം. അതാണ് ഈ ക്വസ്റ്റ്യന് ഒരു 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 ഉദ്ദേശം. സോ നമ്മൾ ഈ സമയത്ത് ഷോ യുവർ എംബിഷൻ ബട്ട് റിമെയിൻ റിയലിസ്റ്റിക്. അതാണ് ഫസ്റ്റ് നമ്മളെ ഒരു മന്ത്രം ഇതിൽ. യു ഷുഡ് ഷോ യുവർ എംബിഷൻ. അതായത് ഞാൻ അംബിഷ്യസ് ആയ ഗൈ ആണ്, ഈ 5 years ഐ വിൽ ബി ഹിയർ എന്ന് പറയണം. ബട്ട് സെയിം ടൈംസ് റിയലിസ്റ്റിക് ആയിരിക്കണം. പിന്നെ വൺ മോർ തിങ്, നമ്മൾ ആംബിഷ്യസ് ആവാം, പക്ഷെ ഗ്രീഡി ആവാൻ പാടില്ല. ആൻഡ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം പ്രോപ്പറായിട്ട് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ആ ജോബ് റെസ്പോൺസിബിലിറ്റിക്ക് അലൈൻഡ് ആയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ബേസിക്കലി നമ്മുടെ ലോങ് ടേം ഗോളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, സംഭവം എന്താ വെച്ചാൽ, നമ്മൾ പറയുന്നു 5 കൊല്ലം കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കും, അത് പറയാം. അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അതിനുവേണ്ടി ഇപ്പോൾ എന്തു ചെയ്യുന്നു, അതും ഒരു പ്രസക്തമായ ഇതാണ്. ഇപ്പം നിങ്ങൾ ഇതാണ് എൻ്റെ 5 years പ്ലാൻ. ഇപ്പം നിങ്ങൾ ആസ് എ കമ്പനി എടുത്തില്ലെങ്കിൽ തന്നെ എനിക്ക് പ്ലാൻ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്ലാനിന്. സോ ഇഫ് അതർ കമ്പനി വിൽ ടേക്ക് മീ ആൻഡ് ഐ വിൽ ഹാവ് സെയിം പ്ലാൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെങ്ങനെ പറയേണ്ടത് വെച്ചാൽ, ഇപ്പം ഇമാജിൻ ഒരു ഇൻ്റർവ്യൂ നിങ്ങളുടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? So currently I will be joining in your organization as a mechanical engineer, but in 5 years I see myself as a assistant manager of design, or assistant manager of production, or assistant manager of construction. ഇതാണ് പറയുന്നത്. So that is such a way that you're framing it. So currently you're taking me as a mechanical engineer, but however in 5 years I see myself as a assistant manager of design department or some X department. Okay. So I already have a proper plan in my mind, so that I'm doing some courses like A, B, C. You can say like this: I'm doing some courses in PMP. I'm planning towards PMP. I'm doing some courses in Primavera. So I'm sure in 5 years I will be able to achieve that designation or achieve that goal. Okay. And besides, I also have some plans to do an MBA. I'm sure that will enhance my leadership qualities or manager skills. So ഇങ്ങനെയാണ് പറയേണ്ടത്. അതായത് 5 years your goal is to become a assistant manager or manager of this department. So what you're doing is, to achieve that goal, I'm already preparing PMP, Primavera, some ABCD courses I'm doing. Okay. Same time I have a plan of doing MBA, so that will enhance my managerial skills and leadership skills. So നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി കറക്റ്റ് പ്ലാൻ ഉണ്ട്, നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ഐഡിയ, ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഗോൾ എത്താൻ വേണ്ടിയിട്ട്. സോ അതൊരു ക്ലിയർ ആയ ഒരു ആൻസർ ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ ട്രിക്കി ആയ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യാൻ വളരെ വളരെ ട്രിക്കി ആയ ആൻസേഴ്സും കൊടുക്കണം. വൈ ഡു യു ലീവ് യുവർ ലാസ്റ്റ് ജോബ്? ഇത് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് നമ്മൾ ഹോണസ്റ്റ് ആവണോ വേണ്ടതാണ്. ഹോണസ്റ്റ് ആയിട്ട് ഒരു ഉത്തരം ചില സമയത്ത് പറയുകയാണെങ്കിൽ സാലറി ഹൈക്കിന് വേണ്ടി നമ്മൾ പറയും, പക്ഷേ അത് ഒരിക്കലും ഒരു ഡിസൈറബിൾ ആയ ആൻസർ അല്ല. ഞാൻ പറയും, എൻ്റെ അഭിപ്രായത്തിൽ, യു നെവർ മെൻഷൻ അബൌട്ട് സാലറി. യു നെവർ ടെൽ ദം ലൈക്ക് യു ചേഞ്ചിങ് ജോബ് ബിക്കോസ് ഓഫ് സാലറി. യു ഷുഡ് ഫൈൻഡ് സം ന്യൂ റീസൺ ഫോർ ദാറ്റ്. സോ ഇമാജിൻ നിങ്ങളൊരു കമ്പനിയിൽ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. സോ സേ 5-6 years യു വർക്കിംഗ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ന്യൂ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയാം. നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, യെസ്, I have been working with this company for 5 years, and I'm completely familiar with the system and the process in the company. And in 5 years, I was able to reach some
proper milestone. I was able to achieve some great achievements also. But again, it's a career. You need to grow always. So I thought of exploring new opportunities outside also. That's the reason I applied for a job, and that's the reason I thought of leaving the job. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് 5 കൊല്ലം നിങ്ങൾ ഓൾറെഡി അവിടെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, ആൻഡ് യു ഹാവ് ഡൺ വണ്ടർഫുൾ ജോബ് ദർ ആൻഡ് യു അച്ചീവ് എ ലോട്ട്. നൗ യു തോട്ട് ഓഫ് ചേഞ്ചിങ് ഓർ എക്സ്പ്ലോറിങ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഒരു ലോങ് ടൈം എംപ്ലോയിന്റെ കാര്യത്തിൽ പറയാം. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഫ്രീക്വന്റ് ജമ്പിങ് ഗൈ ആണെങ്കിൽ, അതായത് എന്താ പറയേണ്ടത്, നിങ്ങൾ ഒരു 6 മന്ത് കഴിഞ്ഞിട്ട് കമ്പനി ജമ്പ് ചെയ്യാൻ പോകണം. അപ്പം നിങ്ങൾ വെരി വെരി കെയർഫുൾ ആയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചോദിക്കും, ലൈക്ക് യു ഹാവ് വർക്ക് ഇൻ ദിസ് കമ്പനി ഓൺലി ഫോർ 6 months, വൈ ഡു വാണ്ട് ടു ലിവ് സോ ഏർലി എന്ന് ചോദിച്ചാൽ യു ഷുഡ് ഹാവ് സം ആൻസർ ഫോർ ദാറ്റ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് യെസ്, ഐ എം ബീൻ ദിസ് കറന്റ് കമ്പനി ഓൺലി ഫോർ 5 months, but there are some reason behind why I start applying for job. So I joined this company, or they took me as a assistant manager of contracts or procurement. But however, after joining, I find that the job responsibilities, what they promised me and what I'm doing is not aligned. So I don't find what I'm doing is completely of worth. I discussed this issue with the HR and the line manager 2-3 times actually, but I didn't see any progress in that. They were promising something, but nothing happened. Even from my side, I just tried level best to change the situations, but companies kind of reluctant to do that. So this is the career, this is my life, this is my professional life. I don't want to stop myself learning or my growth. So I thought of start applying outside, and that's the reason I apply for your vacancy also. നമ്മൾ പറയുന്ന സംഭവം, ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് ഞാൻ പ്രാക്ടിക്കലായി പറഞ്ഞ സംഭവമാണ് ആക്ച്വലി. സോ ഒരു കമ്പനി നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇന്റർവ്യൂ സമയത്ത് പറയുന്നു നിങ്ങൾ അസിസ്റ്റന്റ് മാനേജറാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് അവിടെ പോയിട്ട് നമ്മൾ ചിലപ്പം പിന്നെ ജൂനിയർ എഞ്ചിനീയേഴ്സിനെ ജോബ് ചെയ്യേണ്ടി വരും. അത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് ആക്ച്വലി. സോ അങ്ങനെ ആ റീസൺ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പറയാം. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയുക വെച്ചാൽ, മണി ഡോണ്ട് മെൻഷൻ. ഞാനൊരു മണി കാരണമാണ് ബിക്കോസ് ഓഫ് ദ മണി ഐ എം ചേഞ്ചിങ് ജോബ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഓൾവേസ് കരിയർ ഗോൾ, പ്രൊഫഷണൽ, ആ ഒരു സംഭവത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ താങ്ക് യു ഗൈസ്. നമുക്കിനി അടുത്തൊരു സെക്ഷനിൽ ബിഹേവിയറൽ ബേസിസ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബിഹേവിയറൽ ബേസ് ഇന്റർവ്യൂ ഉറപ്പായിട്ടും ഉണ്ടാവും. അവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.